ജീവിതത്തിൽ പുരുഷനോളം തന്നെയോ അതിനപ്പുറമോ വേഷങ്ങൾ ആടിത്തീർക്കാനുള്ളവരാണ് സ്ത്രീകൾ. എന്നാൽ മാറുന്ന കാലത്തിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനും വെല്ലുവിളികളെ നേരിടാനും ക്ലാസ് മുറിയിലെ പഠനത്തിനപ്പുറം ജീവിത പരിശീലനം തന്നെ പെൺകുട്ടികൾ നേടേണ്ടതായിട്ടുണ്ട്. മലയോരത്തെ പ്രമുഖ വനിതാ കലാലയമായ ദയാപുരം വനിതാ കോളേജിൽ നടപ്പിലാക്കുന്ന ബ്ലൂം ലൈഫ് സ്കിൽ കോഴ്സ് ഇത്തരത്തിൽ മാതൃകാപരമായ ഒരു പദ്ധതിയാണ്. പോയവായത്തിൽ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത ഒരിക്കൽ കൂടി കാണാം. മകളായും മരുമകളായും ഭാര്യയായും അമ്മയായും തലമുറകളുടെ ശില്പിയായും ജീവിതചക്രത്തിൽ വിവിധ വേഷങ്ങൾ പകർന്നാടേണ്ട സ്ത്രീകൾക്ക് ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള പരിശീലനം അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്നാണ് ദയാപുരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥിനികളും ബ്ലൂം എന്ന ജീവിത പരിശീലന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മാറുന്ന കാലത്തിനൊത്ത് വളരാനും പുതിയ ലോകത്തിന്റെ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കാനും വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും പെൺകുട്ടികളെ പ്രാപ്തരാക്കുന്ന സമാന്തര പാഠ്യപദ്ധതിയാണ് ബ്ലൂം എന്ന പേരിൽ ഈ വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്നത്. 3 വർഷത്തെ ബിരുദ പഠനത്തിനൊപ്പം തന്നെ ഭാവി ജീവിതത്തിൽ ഏറെ ഉപകാരപ്പെടുന്ന 30-ലേറെ വിഷയങ്ങളിലാണ് ബ്ലൂം പെൺകുട്ടികൾക്ക് കരുത്ത് പകർന്നു നൽകുന്നത്. ആശയവിനിമയ പാടവം, സമൂഹത്തിൽ ഇടപഴകാനുള്ള കഴിവ്, കുട്ടികളെ വളർത്തൽ, കുടുംബ ബജറ്റ്, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, ധാർമ്മികവും മൂല്യാധിഷ്ഠിതവുമായ ജീവിതം, അനിവാര്യഘട്ടങ്ങളിൽ ആയുധമില്ലാതെ സ്വന്തം ശരീരം രക്ഷിക്കാനുള്ള പരിശീലനം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയുള്ള സമഗ്ര ജീവിത പരിശീലന കളരിയായാണ് ബ്ലൂമിനെ വിശേഷിപ്പിക്കേണ്ടത്. ഒരു ദശകത്തോളമായി കേരളത്തിലെ പെൺകുട്ടികൾ നേടിയ വിദ്യാഭ്യാസപരവും സാമൂഹ്യപരവുമായ വലിയ ഉയർച്ചയും കാലങ്ങളായി പുരുഷന്മാർ കുത്തകയാക്കി വെച്ചിരുന്ന പൊതു ഇടങ്ങളിലേക്ക് തന്റേടത്തോടെ കടന്നുവരാൻ സഹായിച്ച ചുറ്റുപാടുകളും ജീവിത സാഹചര്യങ്ങളും, പക്ഷേ വ്യക്തിതലത്തിലും വിദ്യാഭ്യാസ തലത്തിലും സുപ്രഭാതത്തിലെന്ന പോലെ വീണുകിട്ടിയ സ്വാതന്ത്ര്യങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്താനുള്ള സാമൂഹിക പക്വത ഭൂരിപക്ഷം പെൺകുട്ടികളും കൈവിടുന്നതായുള്ള തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതിക്ക് പ്രേരണയായതെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഹാരിഷ് പറയുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല സ്കൂളുകളിലും പല സ്ഥാപനങ്ങളിലും ഇൻ്റർവ്യൂ ചെയ്തപ്പം ഏറ്റവും സ്മാർട്ടായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന പല കുട്ടികളും അവസാനം പറയുന്നത് ഐ എം എ സിംഗിൾ മദർ എന്നുള്ളതാണ്. ഒരുപാട് സ്കൂളുകളിൽ ഇൻ്റർവ്യൂ ചെയ്തപ്പം അപ്പോൾ ഇതൊരു ട്രെൻഡായിട്ട് വരുന്നുണ്ട്. ഇതിന് ആക്സെപ്റ്റബിലിറ്റി വരുന്നുണ്ട്. മദേഴ്സ് സിംഗിൾ മദേഴ്സ് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞാനൊരു സിംഗിൾ മദറാന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതൊരു സോഷ്യൽ അനാർക്കിയാണ്. ഇങ്ങനെ പോയാൽ വരുന്ന 10 വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ സിംഗിൾ മദേഴ്സുള്ളൊരു സംസ്ഥാനമായിട്ട് കേരളം മാറുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നുണ്ട്. ഇത് ദയാപുരത്തിൻ്റെ ഒരു സാമൂഹ്യ നിരീക്ഷണമാണ്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾ ബ്ലൂമിനെ കുറിച്ച് ആലോചിച്ചത്. ഒരുപാട് വിദ്യാഭ്യാസ വിചക്ഷണരും മനഃശാസ്ത്രത്തിലെ എക്സ്പേർട്ടുകളൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ സിലബസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ട് 3 ഏരിയയാണ്. 1ാമത്തെ വർഷം ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് നോ യുവർ സെൽഫ്, അവനവൻ്റെ സ്കിൽ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് സിലബസ്. അതിലൊരു ഏതാണ്ട് 32ഓളം മോഡ്യൂളുകളുണ്ട്. അത് ടൈം മാനേജ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള. 2ാമത്തെ വർഷം റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. കാരണം അമ്മായിമ്മ അല്ല മദർ ഇൻ ലോ എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. നമ്മൾ സ്വപ്നം കണ്ടൊന്നും ആയിക്കൊള്ളാം, നല്ല വേറൊരു വ്യക്തിയാണ്. അപ്പോൾ റിലേഷൻഷിപ്പിനെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കി അതിനനുസരിച്ചൊരു സമീപനം അവനവൻ സ്വീകരിക്കണം എന്നുള്ളിടത്താണ് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് തുടങ്ങുന്നത്. 2ാമത്തെ വർഷം ഞങ്ങൾ അതാണ് ഫോക്കസ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പ്. 3ാമത്തെ വർഷം ഒരു ഉത്തമ കുടുംബ നേതാവ് എന്നുള്ള അർത്ഥത്തിൽ ഒരു കുടുംബത്തിൻ്റെ സെൻട്രൽ പോയിൻറ്റ് മദേഴ്സാണ്. ആ അർത്ഥത്തിൽ ഒരു ഉത്തമമായ ഒരു നേതൃത്വ പാഠമുള്ള ഒരു കുടുംബിനിയായിട്ട് ഒരു പെൺകുട്ടിയെ എങ്ങനെ വളർത്തിയെടുക്കാം, ഫാമിലി ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇതൊക്കെ അതിൽ വരും. ആ അർത്ഥത്തിൽ 3 വർഷവും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് പുറത്തു പോകുമ്പോൾ പാരലായിട്ട് ലൈഫിനെ മാനേജ് ചെയ്യാനുള്ളൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് കേരള സമൂഹത്തോട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കടമ എന്നുള്ള തിരിച്ചറിവാണ് ഈ ബ്ലൂം ഇത്തരത്തിൽ സംവിധാനിച്ചിട്ടുള്ളത്. വളരെ വിദഗ്ധരായിട്ടുള്ള സാമ്പത്തിക മേഖലയിൽ നിന്നും സാമൂഹിക മേഖലയിൽ നിന്നും മനഃശാസ്ത്ര മേഖലയിൽ നിന്നൊക്കെ വളരെ വിദഗ്ധരായ ആളുകളെ നമ്മൾ സമീപിക്കുമ്പോൾ അവരൊക്കെ ഈ തിരിച്ചറിവുള്ളവരും ഒരു പ്രതിഫലവും ഇല്ലാതെ തന്നെ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടിയിട്ട് 1 വർഷം വന്ന് ഞങ്ങൾ ക്ലാസ് എടുക്കാൻ റെഡിയാണെന്ന് സ്വമേധയാ അംഗീകരിക്കുകയും ക്ലാസ് എടുക്കുകയാണ്. ഞങ്ങൾ ഇത്രയും കാലം ഇപ്പോൾ നിരീക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രചോദനകരമായിട്ട് അനുഭവപ്പെടുന്ന 1-2 കാര്യങ്ങൾ. പൊതുസമൂഹവും സ്ത്രീകൾ പ്രത്യേകിച്ചു മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയങ്ങളാണ് ബ്ലൂമിൻ്റെ ആദ്യ പാഠങ്ങൾ. സഹജീവി സ്നേഹം, തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി, ഗൃഹഭരണം, സന്താന പരിപാലനം, കുടുംബ ബജറ്റ്, ആരോഗ്യ സംരക്ഷണ ബോധം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും വിദ്യാർത്ഥിനികൾക്ക് ബ്ലൂമിലൂടെ നൽകുന്നത്. ഓരോ വിഷയത്തിലും ഏറ്റവും പ്രാപ്തരായ പരിശീലകരെ തന്നെ ഇവർ ക്ലാസുകളിലെത്തിക്കുന്നു. എല്ലാ ശനിയാഴ്ചകളിലുമാണ് പരിശീലനം നടക്കുന്നത്. രക്ഷാകർതൃത്വം, സാമ്പത്തികാസൂത്രണം, പോലീസ് എങ്ങനെ സഹായിക്കും, പ്രഥമ ശുശ്രൂഷ, കരാട്ടെ തുടങ്ങിയ ക്ലാസുകൾക്കെല്ലാം കുട്ടികൾ ഏറെ താല്പര്യത്തോടെയാണ് പങ്കെടുക്കുന്നതെന്ന് അധ്യാപകർ പറയുന്നു. വിചാരിച്ചിരുന്നില്ല തുടങ്ങിയപ്പോൾ. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് അതിലൂടെ പിന്നെയും ഒരു ഫാക്കൽറ്റീസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിയനിൽ വരുന്നുണ്ട്, പിന്നെ സിജിയിൽ വരുന്നുണ്ട്, പിന്നെ ഈവൻ ഇന്റർനാഷണൽ ലെവലിലൊക്കെ സംസാരിക്കുന്ന ടീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നവരൊക്കെ ട്രെയിനേഴ്സൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ വെച്ചാൽ ഞങ്ങൾ ഈ കോഴ്സ് നടത്തിക്കൊണ്ടു പോകുന്നത്.
അപ്പോൾ നാച്ചുറലി കുട്ടികൾക്ക് അത് ശരിക്കും അവർക്കത് യൂസ്ഫുൾ ആവുന്നുണ്ട്. ഭാവിയിൽ അതൊരു വല്ലാണ്ട് അവരത് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് തോന്നൽ വന്നിട്ട് അവർ കൂടുതൽ ക്ലാസ്സസ് ഡിമാൻഡ് ചെയ്യുന്നത്. ബ്ലൂം എന്ന പരിശീലന പദ്ധതിയിലൂടെ നേടിയ വലിയ അറിവുകൾ ജീവിതത്തിലേറെ അനുഗ്രഹമാവുമെന്ന ആത്മവിശ്വാസം വിദ്യാർത്ഥിനികളും ഞങ്ങളോട് പങ്കുവച്ചു. ഏതായാലും സമകാലിക ജീവിത രീതികളെയും കുടുംബ സാമൂഹിക ബന്ധങ്ങളെയും ആഴത്തിൽ പഠിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിൽ പാഠഭാഗങ്ങൾക്കപ്പുറം നടപ്പിലാക്കുന്ന ബ്ലൂം ലൈഫ് സ്കിൽസ് കോഴ്സ് മറ്റ് വിദ്യാലയങ്ങൾക്കും ഏറെ മാതൃകയാണ്.